കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. VC-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, കേരള സർവകലാശാലയിൽ പോര് ശക്തമാവുകയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഗുഡ് മോർണിംഗ്. കേരള സർവകലാശാലയിൽ ഭരണ അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല. പകരം എല്ലാം വൈസ് ചാൻസലറുടെ മുന്നിലേക്കും എത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. കാരണം ഇന്നലെ തന്നെ വൈസ് ചാൻസലർ വ്യക്തമായ ഒരു റിപ്പോർട്ട് ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം നിയമവിരുദ്ധമായിരുന്നുവെന്നും അജണ്ടയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്താണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയതെന്നും ഒപ്പം ഈ നേരത്തെ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അത് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നതെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വൈസ് ചാൻസലർ ഡോക്ടർ സീസ തോമസ് ഗവർണർക്ക് നൽകിയത്. ഗവർണർ ഇന്നലെ രാത്രിയോടുകൂടി രാജ്ഭവനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ടുള്ള ഭാരതാംബ വിവാദം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറുമായുള്ള വലിയ തരത്തിലുള്ള ഒരു വാക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതായത് അടിയന്തരാവസ്ഥ സമയത്ത് ദുരനുഭവങ്ങളുണ്ടായ ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ പത്മനാഭ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ഒരു സെനറ്റ് ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി. ഗവർണർ എത്തുന്നതിനും അല്പസമയം മുമ്പ് ഭാരതാംബയുടെ ചിത്രം ആ വേദിയിൽ പ്രദർശിപ്പിച്ചതാണ് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ഹാളിന് പുറത്ത് DYFIയും SFIയും ഒക്കെ സംഘടിച്ചു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രജിസ്ട്രാറായ KS അനിൽകുമാർ പരിപാടി റദ്ദ് ചെയ്യുകയാണെന്ന് പറഞ്ഞ ഒരു ഇമെയിൽ സന്ദേശമാണ് രാജ്ഭവനിലേക്ക് അയച്ചത്. പക്ഷേ ആ ഇമെയിൽ സന്ദേശം എത്തുന്നതിന് മുമ്പ് തന്നെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വലിയ തരത്തിലുള്ള വാക് സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഈ വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് ആ സസ്പെൻഷൻ നടപടിക്ക് തൊട്ട് പിന്നാലെ അദ്ദേഹം വിദേശത്തേക്ക് പോയിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അദ്ദേഹം മോഹൻ കുന്നുമേൽ തിരിച്ച് എത്തി ഭരണം ഏറ്റെടുക്കും. ഇപ്പോൾ ഡോക്ടർ സിസ തോമസിനാണ് താൽക്കാലിക ചുമതല. അവർ പിന്മാറുകയും ചെയ്യും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം, അതായത് രാജ്ഭവനും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം SFIയുമായിട്ടൊക്കെ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. വൈസ് ചാൻസലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ചാൻസലറുടെ മുമ്പിലേക്ക് ആ പരാതി എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിന്മേൽ നിയമവിദഗ്ധരുടെ ഒരു ഉപദേശം തേടും. ആ നിയമവിദഗ്ധരുടെ ഉപദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അജണ്ടയ്ക്ക് അപ്പുറത്തു നിന്നുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സിൻഡിക്കേറ്റിന് പരമാധികാരം ഉണ്ടെങ്കിൽ പോലും ചില നടപടിക്രമങ്ങളിൽ അവർക്ക് ഈ സർവകലാശാല നിയമ കാര്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് ആക്ടിംഗ് രജിസ്ട്രാറായിരുന്ന P. ഹരികുമാർ ആയിരുന്നു അന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്നത്. വൈസ് ചാൻസലർ ആ യോഗം വിട്ട് പുറത്തേക്ക് പോയെങ്കിൽ പോലും വീണ്ടും P. ഹരികുമാറിൻ്റെ അധ്യക്ഷതയിൽ തന്നെ അല്ലെങ്കിൽ P. ഹരികുമാറോട് പങ്കെടുത്തുകൊണ്ട് അവിടെ യോഗം നടന്നു. അതിനുശേഷമാണ് KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത്. സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കുന്നതിന് സിൻഡിക്കേറ്റിന് അധികാരമുണ്ടെങ്കിൽ പോലും പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ അജണ്ടയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് എന്തായാലും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഗവർണർ ഒരുപക്ഷെ നിയമ ഉപദേശം കൂടി കിട്ടിയതിന് ശേഷം ഇപ്പോൾ നിലവിൽ രജിസ്ട്രായി തുടരുന്ന KS അനിൽകുമാറിനും ഒപ്പം സിൻഡിക്കേറ്റിന് വരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒപ്പം ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പോരും ശക്തി പ്രാപിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R.
ബിന്ദു തന്നെ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിച്ചു കഴിഞ്ഞു, നേരത്തെ തന്നെ എത്തിയിരുന്നു. കാരണം സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ വളരെ ശക്തമായിരുന്നു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അന്തിമമായി എടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ 17 പേരുണ്ട്. ഈ 17 പേരും ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നത്. എന്തായാലും ചാൻസലറും അതുപോലെ കേരള സർവകലാശാലയുമായുള്ള നിയമ പോരാട്ടം മറ്റൊരു വഴിയിലൂടെ നീങ്ങുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ആശയപരമായും രാഷ്ട്രീയപരമായും നിയമപരമായുള്ള പോരാട്ടത്തിലേക്ക് കേരള സർവകലാശാല നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത് വലിയ തരത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട അവരുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പല സ്ഥലങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം മാർക്ക് ലിസ്റ്റ് നൽകുന്നതിന് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ നടപടികൾ പുരോഗമിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു നിലപാട് ഇരു ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാര്യമായി ബാധിക്കും എന്ന് വൈസ് ചാൻസലർക്കും അറിയാം. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും അറിയാം. എങ്കിൽ തന്നെയും ഈ ഒരു പോരാട്ടം നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഗവർണർ തീരുമാനിക്കുക. കാരണം ഗവർണറും സർവകലാശാലയുമായി കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളുമായി വലിയ തരത്തിലുള്ള ചേരിപ്പോര് നടന്നു വരുന്നൊരു സാഹചര്യമാണ്. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങളെ എടുക്കുന്ന കാര്യത്തിലായാലും ഒപ്പം ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ പലപ്പോഴും സർക്കാരിന് വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. ആ അതൃപ്തി സർക്കാർ പല സമയങ്ങളിൽ പല വേളകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം സംസ്ഥാനത്ത് നടക്കുന്ന സാഹചര്യത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഏകകണ്ഠമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊരു പരാതി സർക്കാരിനുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പൊരുത്തക്കേടില്ലാതെ പോയെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും വിഭാഗീയമായി ചിന്തിച്ച് വലിയ സൗഹൃദത്തിലല്ല മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ദീപ്തി. ശരി. കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.